എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ കാബിരി ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു 3 സവാള. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, അതേപോലെ കുറച്ച് ക്യാരറ്റ്, 2 ക്യാരറ്റും ചെറുതായി സ്ലൈസ് ചെയ്തിട്ട്, തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പൊരിച്ച് മാറ്റിയേക്കാം. അപ്പോൾ ക്യാരറ്റ് പൊരിച്ച് ഇങ്ങനെ മൊരിയിപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബീഫ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് ആദ്യം ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, 1 കിലോൻ്റെ അളവുകൾ കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് അറബിക് മസാലയാണ്. അത് മന്തി മസാലയായാലും കബ്സ മസാലയായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുക്കുക, പകുതി നീരും അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ നാരങ്ങയ്ക്ക് പകരം കുറച്ച് വിനീഗർ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ചേർത്ത ഈ പൊടികളൊക്കെ ഈ ചിക്കനിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കിത് വേവിക്കാനിടാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതേ കടായിൽ തന്നെ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്നും എടുത്ത് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ചെറിയ തീയിൽ അത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ബീഫ് മട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം അതിൽ നിന്ന് വന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ മസാലയിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. ഇപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3ഉം കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. ഇനി അത് തിളക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അപ്പോൾ അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം, അതായത് വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അത് നന്നായി കഴുകിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് അരി ചേർത്തിട്ട് അത് വേവിക്കാം. അപ്പോൾ അതവിടെ കടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട്. കുറേയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ പൊടികളുടെ അളവൊക്കെ കൊടുക്കുമ്പോൾ മൊത്തത്തിലുള്ള അളവ് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാനും ബാക്കി മസാലയിൽ ഇടണം, അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നെയ്യും ഓയിലിലേക്ക് 2 സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി അരച്ചതും, വെളുത്തുള്ളി അരച്ചതും, അതേപോലെ പച്ചമുളക് ചതച്ചെടുത്തതും. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് ചേർക്കുക. നമ്മൾ മസാലയിലും മുളക് പൊടി ഇടുന്നുണ്ട്, ചിക്കൻ വേവിച്ചതിലും മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടിയും ഉണ്ട്. അപ്പോൾ എരിവൊക്കെ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയുടെയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി അരിഞ്ഞിട്ടല്ല, ഇങ്ങനെ മിക്സിയിലൊന്ന് അരച്ചിട്ടാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അളവൊക്കെ കൊടുക്കുക. തക്കാളി ബിരിയാണിക്ക് കുറച്ച് മതിയാവും. ഞാൻ ഇപ്പോൾ ഇതിൽ 2 തക്കാളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ അളവിൻ്റെ ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റിയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിയിലയും പുതിനയും ചേർക്കണം. അത് ഒരു കൈ നിറച്ച് ചേർക്കാം കേട്ടോ. അതിൽ അളവൊന്നുമില്ല, കുറച്ച് അധികം തന്നെ ചേർക്കാം. ആ സമയത്ത് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. വെള്ളം മാറ്റിയിട്ട് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഉപ്പ് ചേർക്കുക. ഈ ഉള്ളിക്ക് വേണ്ടുന്ന ഉപ്പ് മതി, കാരണം നമ്മൾ ചിക്കനിൽ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി. അപ്പോൾ നമ്മൾ ചിക്കനിൽ വേവിക്കാൻ വേണ്ടിയിട്ടപ്പോൾ ചേർത്ത പൊടികളൊക്കെ തന്നെയാണ് ഇതിലിടുക. പക്ഷേ അതിൽ ചേർത്തതിനേക്കാളും കുറച്ച് കൂടുതൽ അളവ് ഇതിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന അളവിൻ്റെ ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണെങ്കിൽ പിന്നെ 1/4 ഭാഗം അതിൽ ചിക്കനിലിട്ടാൽ മതി. ബാക്കി നമുക്ക് ഉള്ളിയിലാണ് ഇടേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്തത് മല്ലിപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു. ഇനി നമ്മുടെ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. മന്തിയുടെ ആണോ അല്ലെങ്കിൽ കബ്സയുടെ ഏതായാലും കുഴപ്പമില്ല. പിന്നെ മാഗി ചിക്കൻ ക്യൂബ് 2 എണ്ണം ചേർക്കണം കേട്ടോ. അതെന്തായാലും ചേർക്കണം, അതിപ്പോൾ വീഡിയോയിലില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ അത് ചേർക്കണം കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. ഈ ബിരിയാണിക്ക് ഒരുപാട് ഗരം മസാല വേണ്ട, നമുക്ക് അറബിക് മസാലേൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഗരം മസാലപ്പൊടിയും ചേർക്കുക. ഇനി വേവിച്ച് വെച്ച് ചിക്കനെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, വെള്ളത്തോടെ ചേർക്കുക, കുഴപ്പമില്ല. അതേപോലെ ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും ഒക്കെ അതിൻ്റെ വേവിച്ച വെള്ളം കളയരുത്, അതും ഇതിലേക്ക് തന്നെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാല നന്നായി ഈ ചിക്കനിൽ പൊതിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക, ആ വെള്ളമൊക്കെ വറ്റണവരെ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇതിൽ കൂടുതൽ വെള്ളമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ നമ്മൾ വേവിക്കാനിടുമ്പോൾ വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി.
ബീഫിലും മട്ടനിലും മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലാതെ അത് കരിഞ്ഞു പോവുമല്ലോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ട ഒരു ഹീറോ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് മുസമ്പി. മുസമ്പിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ബിരിയാണിക്കുള്ളത് കേട്ടോ. അതിൻ്റെ സ്പെഷ്യൽ ഫ്ലേവർ ഇതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മുസമ്പി 1-1.5 മുസമ്പി വേണ്ടി വരും. 3/4 കപ്പോളം മുസമ്പിൻ്റെ നീര് കിട്ടണം. അതിന് വേണ്ടി അത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നാരങ്ങ പിഴിയണ ആ സാധനത്തിൽ വെച്ച് പിഴിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ തിരഞ്ഞിട്ടത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് പിഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു 1/2 കപ്പോളം അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതും കൂടെ ചിക്കനിലൊന്ന് നന്നായി മിക്സ് ആവട്ടെ. അതിന് ശേഷം നമ്മൾ നേരത്തെ ആദ്യം സവാള പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലത്തെ പകുതി സവാള ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ആ പൊരിച്ച ഉള്ളിൻ്റെ ഒരു ഫ്ലേവറും ഈ ചിക്കനിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ ആ ഉള്ളി ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കിയിട്ട് ആ ഫ്ലേവറും കൂടെ അതിൽ ആയിക്കഴിഞ്ഞാൽ, അതായത് ഒരു ആവി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഈ ചിക്കൻ ആ പാത്രത്തിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നിരത്തി വെക്കാം. ഇനി നമുക്ക് ദമ്മിടേണ്ട സമയമായി. അപ്പം നമ്മൾ നേരത്തെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ബസ്മതി റൈസ്, അത് ഇതിൻ്റെ മേലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും താഴെ കുറച്ച് റൈസ് ഇടും, പിന്നെ ഈ ചിക്കൻ മസാല, പിന്നെ റൈസ്, പിന്നെ മസാല, അങ്ങനെ റൈസ്, അങ്ങനെ 3 ലെയറായിട്ടാണ് ബിരിയാണി ദമ്മിടാറുള്ളത്. പക്ഷേ ഇതങ്ങനെയില്ല. ഏറ്റവും താഴെ ഫുൾ മസാലയും അതിൻ്റെ മുകളിൽ ചോറാണ് ലെയർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എണ്ണ, ആ എണ്ണ ഒഴിക്കുക. ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. കാരണം ഈ റൈസിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഇല്ലല്ലോ, ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ ഓയിലും അതുപോലെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ലെയറിൽ. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് സ്കിപ്പ് ചെയ്യാം. പിന്നെ സവാള പൊരിച്ചത് ഇടാം, അതേപോലെ ക്യാരറ്റ് പൊരിച്ച് മാറ്റി വെച്ചത് ഇടാം, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും. പിന്നെ ഈ റൈസിനും മുസമ്പിൻ്റെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടൊരു 1/4 കപ്പ് ജ്യൂസ് അതിൽ നിന്ന് കുറച്ച് ഒഴിക്കുക, ഈ ഫസ്റ്റത്തെ ലെയറിൽ ഒഴിക്കുക. അപ്പോൾ ആ റൈസിനും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വരും. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു മധുരവും ഒരു പുളിപ്പൊക്കെ ആയിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ റൈസും ഇടുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഇട്ട അതേ സാധനങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ ലെയറിലും ഇടുന്നത് കേട്ടോ. അപ്പോൾ 3 ലെയർ റൈസാണ് നമ്മളിതിൽ പിന്നെ ദം ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഉള്ളി പൊരിച്ച എണ്ണ, നെയ്യ്, പിന്നെ മല്ലിയില, അതേപോലെ സവാള പൊരിച്ച് കോരിയത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ക്യാരറ്റും, പിന്നെ മുസമ്പി ജ്യൂസ് മറക്കരുത്. അത് രണ്ടാമത്തെ ലെയറിലിടാം. മൂന്നാമത്തേലാണ് ചെറിയൊരു മാറ്റമുള്ളത്. ഈ 3ാമത്തെ ലെയറാണ് ലാസ്റ്റ് ലെയർ കേട്ടോ. അപ്പോൾ 3 ലെയറാണ് ഈ ബിരിയാണിക്കുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ 1ലും 2ലും ചേർത്ത അതേ സാധനങ്ങൾ തന്നെ ആദ്യം ചേർക്കുക. അതിന് ശേഷം നമ്മളൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും ഈ കാബിരി ബിരിയാണിയിൽ കാണാറുള്ള ഒരു ഗ്രീനും അതേപോലെ റെഡും കളർ റൈസിൻ്റെ ഇടയിൽ കാണും. അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുക്കണം നമുക്ക്. അതേപോലെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഒന്ന് വിതറി കൊടുക്കുക. ഒരു പിഞ്ച് ഗരം മസാല മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഫുഡ് കളറ് പിന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മേലെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. പെർമിറ്റഡ് ഫുഡ് കളറാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഈ കാബിരി ബിരിയാണിയിൽ ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു റൈസാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചയും ചുവപ്പും പിന്നെ നമ്മൾ അതിൽ മഞ്ഞൾ ചേർത്തത് കൊണ്ട് ആ ഒരു മഞ്ഞ കളറും എല്ലാം കൂടെ കാണാനും ഒരു ഭംഗിയാണ്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു തോന്നൽ വരികയും ചെയ്യും. ഇനി ഇതൊരു ഫോയിൽ വെച്ച് മൂടിയിട്ട് പിന്നെ 15 മിനിറ്റ് നമുക്ക് ദമ്മ് ചെയ്യാം. ഒരു ഇരുമ്പിൻ്റെ പാത്രം വെച്ചിട്ട് ചെറിയ തീയിൽ 15 മിനിറ്റ് വെക്കാം കേട്ടോ. പിന്നെ വിളമ്പണ സമയത്ത് തുറന്നാൽ മതി. എന്നിട്ടത് വിളമ്പുമ്പോൾ നമ്മൾ ഒന്നിച്ച് ആദ്യമേ ഇളക്കരുത്. ആദ്യം ചോറ് മാത്രം ഒരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് ആ ചോറ് 3 ലെയർ ചോറാണല്ലോ, അത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ആ ഒരു ഗ്രീൻ കളറും റെഡും ആ മഞ്ഞയൊക്കെ ഒന്ന് വരും. പിന്നെ ഏറ്റവും താഴെ ചിക്കനും അതിൻ്റെ കുറച്ച് റൈസ് എന്തായാലും ഉണ്ടാവും, അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മാറ്റിയേക്കുക. എന്നിട്ട് വിളമ്പണ ബൗളിൽ ആദ്യം ഈ റൈസ് ഇടുക. എന്നിട്ട് ഏറ്റവും മുകളിൽ ആ ചിക്കൻ മസാലയും വെച്ചിട്ടാണ് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.